കോതമംഗലത്ത് 18-കാരിയും കൂട്ടുകാരനും MDMAയുമായി എക്സൈസിന്റെ പിടിയിലായി. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമയും ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദുമാണ് പ്രതികൾ. ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 38 ഗ്രാമോളം MDMA ആണ് കണ്ടെടുത്തത്. കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ഇവരുടെ കസ്റ്റമേഴ്സ്. എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചാണ് റിസാന ഫാത്തിമ മയക്കുമരുന്ന് വിൽപ്പനക്കാരിയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി കോതമംഗലം ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് MDMAയുമായി യുവതിയും സുഹൃത്തും പിടിയിലാകുന്നത്. ഇടുക്കി പീരുമേട് ഏലപ്പാറ ഒറ്റപ്ലാക്കൽ വീട്ടിൽ റിസാന ഫാത്തിമ 18 വയസ്സ്, കോതമംഗലം ഇരമല്ലൂർ പൂത്തോളിൽ അനന്തു പ്രസാദ് 24 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. 37 ഗ്രാമിലേറെ MDMAയാണ് കണ്ടെടുത്തത്. കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ഇവരുടെ പതിവ് ഉപഭോക്താക്കൾ. ബംഗളൂരുവിൽ നിന്നാണ് MDMA കൊണ്ടുവരുന്നത്. യുവതിയുടെ നേതൃത്വത്തിൽ രാസലഹരി വിൽപ്പന സംഘം പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തര നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ പിടികൂടിയതെന്ന് റേഞ്ച് ഇൻസ്പെക്ടർ AP പ്രമോദ് പറഞ്ഞു. കോതമംഗലം ടൗണിലെ കോളേജ് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് അവർക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയതും ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കുകയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ക്യാച്ചാണ് നടന്നിട്ടുള്ളത്. റിസാന ഫാത്തിമ കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനിയായി എത്തിയ ശേഷമാണ് മയക്കുമരുന്ന് ലോബിയുടെ കണ്ണിയായത്. 1 മാസത്തിന് ശേഷം കോളേജ് പഠനം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇക്കാര്യം റിസാന ഫാത്തിമയുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. അറസ്റ്റ് നടപടിയെക്കുറിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞെട്ടലോടെയാണ് വീട്ടുകാർ കേട്ടത്. അടുത്ത ബന്ധു മോഹാലസ്യപ്പെട്ട് വീഴുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ദിവസവും 3000 രൂപ വാടകയുള്ള ആഡംബര ഹോട്ടൽ മുറികളിലാണ് റിസാന ഫാത്തിമ താമസിച്ചിരുന്നത്. ഈ സംഘം അറസ്റ്റിലായതോടെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരിമരുന്ന് വ്യാപനത്തിന് നിയന്ത്രണമാകുമെന്നാണ് കരുതുന്നത്. ഇവരുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു. ഇപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന കണ്ണികളെ നമ്മൾ എന്ത് വില കൊടുത്തും അത് തടയാൻ ഉള്ള ഒരു പരിശ്രമമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളിലാണ് ഇവർ കൂടുതലും ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയും ഈ കോളേജ് കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അത്തരം ഒരു വ്യാപനം കൂടുതലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് തടയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അതിലൊരു ചെറിയ അളവിലെങ്കിലും നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറായിരിക്കും നടത്തുക. ഇതിൻ്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യും. കോതമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ AP പ്രമോദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AE സിദ്ദിഖ്, പ്രിവന്റീവ് ഓഫീസർമാരായ VA ഷമീർ, KA റസാഖ്, PS സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PM ഉബൈസ്, അഖിലേഷ് വേലായുധൻ, KA റൻസി എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. GTV ന്യൂസ്, കോതമംഗലം.